മഹാകേരളം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ രാഹുവിൻ്റെ രാശിമാറ്റവും അത് മിഥുനം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത്. ഇപ്പോൾ രാഹു നിൽക്കുന്നത് മീനം രാശിയിലാണ്. ഇവിടെ നിന്നും മെയ് 18 ഞായറാഴ്ച വൈകിട്ട് ഏകദേശം 4:30 മണിക്ക് രാഹു കുംഭം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും. മെയ് 29 ശനി മീനത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ രാഹു നിൽക്കുന്നത് കാരണം മീനം രാശിയിൽ ശനിയും രാഹുവും ചേർന്ന് പിശാചി യോഗം നിർമ്മിക്കുന്നതായിരിക്കും. ഇത് വളരെ അശുഭഫലങ്ങൾ നൽകുന്ന യോഗമാണ്. ഏകദേശം 50 ദിവസത്തോളം, അതായത് മാർച്ച് 29 മുതൽ മെയ് 18 വരെ ഉണ്ടാകുന്നതായിരിക്കും. മെയ് 18 രാഹു കുംഭത്തിലേക്ക് രാശി മാറുമ്പോൾ പിശാചി യോഗം അവസാനിക്കുന്നതുമായിരിക്കും. ശനി രാഹുവിൻ്റെ സന്ധി കാരണം ഉണ്ടാകുന്ന ഈ പിശാചി യോഗം ഏകദേശം 11 വർഷത്തിൽ ഒരു പ്രാവശ്യം നിർമ്മിതമാകുന്നതായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം തുലാം രാശിയിൽ ഈ യോഗം സംഭവിച്ചതായിരുന്നു. അതായത് 2012-13 തുലാം രാശിയിൽ ശനിയും രാഹുവും ഏകദേശം ഒരു വർഷത്തിലധികം ഒന്നിച്ചായിരുന്നു നിന്നിരുന്നത്. 2025 ശേഷം 2036 കർക്കടകം രാശിയിൽ ശനിയും രാഹുവും ഒന്നിച്ചു നിൽക്കുന്നതും വീണ്ടും പിശാചി യോഗം നിർമ്മിക്കുന്നതുമായിരിക്കും. ആദ്യമായി പിശാചി യോഗം മിഥുനം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് നോക്കാം. മിഥുനം രാശിക്കാരുടെ 10ാം ഭാവത്തിലാണ് രാഹുവും ശനിയും സന്ധിക്കുന്നതും ഈ യോഗം നടക്കുന്നതും. ഈ സമയത്ത് കരിയറിലും ബിസിനസ്സിലും കൂടുതൽ ടെൻഷൻ ഉണ്ടാകുവാൻ ഇടയുണ്ട്. അതുപോലെ നിങ്ങളുടെ മേൽ ആവശ്യമില്ലാതെ ആരോപണങ്ങളും മറ്റും ചുമത്തുവാനും സാധ്യതകളുണ്ട്. ജോയിൻറ്റ് പെയിനോ ചർമ്മ സംബന്ധമായ പ്രശ്നങ്ങളോ മറ്റും അലട്ടുവാനും സാധ്യതകളുണ്ട്. മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർ മേലധികാരികളുമായി കൺസൾട്ട് ചെയ്തിട്ട് വേണം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുവാൻ. അതുപോലെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവരും ഓഫീസിൽ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ. മെയ് 18 രാഹുവിൻ്റെ രാശിമാറ്റത്തോടെ ഈ യോഗം അവസാനിക്കുന്നതുമായിരിക്കും. പിന്നീട് രാഹുവിൻ്റെയും ശനിയുടെയും വേറെ വേറെ ശുഭഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ തുടങ്ങുന്നതുമായിരിക്കും. ഇനി രാഹു കുംഭത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങളെക്കുറിച്ച് നോക്കാം. രാഹു മെയ് 18 കുംഭം രാശിയിലെ പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ 3ാം പാദത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ വർഷം 2025 നവംബർ 23 വരെ നിൽക്കുന്നതുമായിരിക്കും. ഇത് ഗുരുവിൻ്റെ ആധിപത്യത്തിലുള്ള നക്ഷത്രമാണ്. ഈ സമയത്ത് ഗുരുവിൻ്റെ പ്രഭാവങ്ങളും രാഹുവിൽ കാണുവാൻ സാധിക്കുന്നതായിരിക്കും. ഗുരു നിങ്ങളുടെ 7ഉം 10ഉം ഭാവങ്ങളുടെ അധിപനാണ്. ഈ സമയത്ത് രാഹു കരിയറിലും ബിസിനസ്സിലും പ്രതീക്ഷിച്ചതിലും അധികം പുരോഗതി വരാൻ ഇടയാക്കുന്നതായിരിക്കും. IT, കമ്പ്യൂട്ടർ, സോഫ്റ്റ്വെയർ, വിദേശ സംബന്ധമായ കാര്യങ്ങൾ, ഈ വക ഫീൽഡിലുള്ളവർക്ക് വളരെ നല്ല സമയമായിരിക്കും ഇത്. രാഹു ഭാഗ്യസ്ഥാനത്തേക്കാണല്ലോ പ്രവേശിക്കുന്നത്. ഈ സമയത്ത് ഭാഗ്യസ്ഥിതികളിൽ നല്ല വർധന ഉണ്ടാകുന്നതായിരിക്കും. പക്ഷേ 9ൽ നിൽക്കുന്ന രാഹു നിങ്ങളെ ധാർമ്മിക കാര്യങ്ങളിൽ നിന്നും അകറ്റി നിർത്താൻ പ്രേരിപ്പിക്കുന്നതായിരിക്കും. ചില സമയത്ത് അമിതമോഹം വരുത്തി തെറ്റായ മാർഗത്തിൽ കൂടെയും പൈസ സമ്പാദിക്കുവാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കും. ഈ വക കാര്യങ്ങളിൽ പ്രത്യേക ജാഗ്രത പുലർത്തേണ്ടത് ആവശ്യമായിരിക്കും. അല്ലാത്ത പക്ഷം പിന്നീട് പ്രശ്നങ്ങളിൽ കുടുങ്ങാനും സാധ്യതകളുണ്ട്. രാഹുവിൻ്റെ 5ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ സ്വന്തം രാശിയിലായിരിക്കും. ഈ സമയത്ത് നിങ്ങളിലൊരു കൺഫ്യൂഷൻ്റെ സ്ഥിതി ഉണ്ടാകുന്നതായിരിക്കും. തീരുമാനങ്ങളും മറ്റും എടുക്കുവാൻ വിഷമം അനുഭവപ്പെടുന്നതായിരിക്കും. അതിനാൽ ഈ സമയത്ത് ധൃതി പിടിച്ചൊന്നും തന്നെ ചെയ്യാൻ പാടില്ല.
എല്ലാ കാര്യങ്ങളും തീരുമാനങ്ങളും നന്നായി ആലോചിച്ചും ബുദ്ധിപൂർവവും വേണം ചെയ്യുവാൻ. ഇങ്ങനെ ചെയ്യുന്നത് ഹാനികൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും. രാഹുവിൻ്റെ 7ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ 3ാം ഭാവത്തിലായിരിക്കും. ഇത് സോഷ്യൽ മീഡിയ, മറ്റ് പ്രിൻ്റ്, ഇലക്ട്രിക് മീഡിയ എന്നിവിടെ വർക്ക് ചെയ്യുന്നവർക്ക് പുരോഗതി വരാൻ ഇടയാക്കുന്നതായിരിക്കും. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനവുണ്ടാകുന്നതും ഇത് മാർക്കറ്റിങ്ങും മറ്റും ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ വരാൻ ഇടയാക്കുന്നതുമായിരിക്കും. രാഹുവിൻ്റെ 9ാം ദൃഷ്ടി നിങ്ങളുടെ 5ാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത്. ഇത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കുന്നതായിരിക്കും. പക്ഷേ ഈ സമയത്ത് പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് രാഹു പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിനാൽ ലവ് റിലേഷനിലുള്ളവർ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും ഈ വക കാര്യങ്ങൾ എപ്പോഴും ഓർമ്മയിൽ വെച്ചിരിക്കണം. പൊതുവെ പറയുകയാണെങ്കിൽ രാഹുവിൻ്റെ ഈ രാശിമാറ്റം മിഥുനം രാശിക്കാർക്ക് ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. മാർച്ച് 29-ാം തീയതി മുതൽ മെയ് 18-ാം തീയതി വരെയുള്ള സമയം പിശാചി യോഗം നടക്കുന്നതിനാൽ കുറച്ച് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.